ബ്രൗസർ തുറന്ന് യുഡൈസ് പ്ലസ് എന്ന് ടൈപ്പ് ചെയ്യുക. തുറന്നു വരുന്ന സൈറ്റിൽ സ്ക്രോൾ ചെയ്താൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് യുഡൈസ് പ്ലസ് ടീച്ചർ മൊഡ്യൂൾ കാണാം. ഈ ടീച്ചർ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമുക്ക് തന്നിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്യാം. ശേഷം ക്യാപ്ചർ അതുപോലെ ടൈപ്പ് ചെയ്യാം. ശേഷം ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്താൽ നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് DCF ടു ഫിൽ ദ ഡാറ്റ. ഒരു ഗോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കൂളിലെ ടോട്ടൽ സ്റ്റാഫിൻ്റെ ടോട്ടൽ ടീച്ചിങ് സ്റ്റാഫിൻ്റെ പൊസിഷൻ ടോട്ടൽ 93 ആണ്. കംപ്ലീറ്റ് 50 ഉണ്ട്. ഈ നമ്പർ 93 ക്ലിക്ക് ചെയ്യാം. ടോട്ടൽ നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. അതിൽ ചിലർക്ക് കംപ്ലീറ്റ് ആയിരുന്നു, ചിലർ ഇനിയും ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയുള്ള ആൾക്കാർ അവരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇവിടുന്ന് സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ സെർച്ചിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ ആ പേരുള്ള ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തുറന്നു വരും. ഇവിടെ അത് കംപ്ലീറ്റഡ് ആണ്. ഇവിടെ പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് ആണ്. ഇവിടെ നമുക്ക് 3 പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ ജനറൽ പ്രൊഫൈൽ, അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈൽ എന്ന് പറയുന്ന 3 പ്രൊഫൈലുകളുണ്ട്. ആദ്യത്തെ പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമ്മുടെ ഡാറ്റ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാം. എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യാം. ഇതുപോലെ ഈ 3 പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്.